ഹലോ ഗായ്സ്, ഇന്ന് അനിയനെ അനിയത്തിയും വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ ആഞ്ഞിലിയിൽ ശരിക്കും ആഞ്ഞിലിച്ചക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ആഞ്ഞിലിച്ചക്ക പിച്ചാൻ നോക്കിയിട്ട് നടന്നില്ല ഗായ്സ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തോട്ട് ശരിയല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബാമ്പലത്തിൽ ഉത്സവമായിരുന്നേ, കൊച്ചുതറ അമ്പലത്തിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണെങ്കിൽ അവിടെ ആണെങ്കിൽ പൂജ നടക്കുന്നു. അപ്പോൾ ഊണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ അപ്പോഴത്തേക്ക് അവിടെ പൂജ നടക്കുന്നതല്ല. ആ നിന്ന സമയം കൊണ്ട് അവിടെ ഭയങ്കര ക്യൂ ആയി കഴിഞ്ഞ് പിന്നെ വെയിലത്ത് പോയി ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ എന്തായാലും ക്യൂ നീങ്ങി ഫുഡൊക്കെ കിട്ടി വന്നപ്പോൾ ഒരു സമയമായി. പിന്നെ ഫുഡ് എല്ലാവരോടും ഇരുന്ന് കഴിച്ച്. അപ്പോൾ വിഷ്ണുവണ്ണനും അപ്പവും അമ്മയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴാണ് ഞങ്ങളുടെ വാതക്കല മാവേൽ വലിയൊരു മാങ്ങ നിൽക്കുന്നത്. അപ്പോൾ അത് എറിഞ്ഞിട്ടേ തീരത്തോളം എന്ന് പറഞ്ഞ വിഷ്ണുവണ്ണൻ അത് എറിഞ്ഞിടാൻ ഭാവിച്ചേ. ഇത് സേലം മാങ്ങയാണ്. നമുക്ക് ചുമ്മാതെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പഴുത്താലും നല്ല സാധനമാണ്. അപ്പം മിക്കവാറും നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും ഈ സാധനം കിട്ടാറുണ്ട്. അപ്പോൾ അപ്പവും വന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പവും എറിഞ്ഞിട്ട് 2 മാങ്ങ. പക്ഷേ ഒരെണ്ണം വീഴാതെ തന്നെ അവിടെ നിൽക്കുക. തല്ലിക്കൊന്നാൽ വീഴത്തില്ലെന്ന് പറഞ്ഞ ഒരു മാങ്ങ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ പിന്നെ രണ്ടുപേരുടെ മത്സരച്ചേറായിരുന്നു. പിന്നെ ആര് വീഴ്ത്തുമെന്നുള്ള മത്സരമായിരുന്നു. ലാസ്റ്റ് വിഷ്ണുവണ്ണൻ അത് എറിഞ്ഞ് വീഴ്ത്തി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.